ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ചത്തെ വീഡിയോയും തിങ്കളാഴ്ചത്തെ വീഡിയോയും കൂടെ ഒന്നിച്ചിട്ടാണ് കേട്ടോ ഒരു വീഡിയോ ആക്കിയേക്കുന്നത്. ഒരു ദിവസത്തെ വീഡിയോ ആയിട്ട് ഇടുമ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അന്നേരം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ എടുത്തിട്ടിടാമെന്ന് വിചാരിച്ചു. പിന്നെ അന്ന് വീഡിയോസ് എടുക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ ലേശം 2 വീഡിയോൻ്റെയും കുറച്ച് ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇതിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അന്നേരം ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അന്നേരം ഇന്നിപ്പോൾ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. വലിയ വിഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല, ഒരു കുഞ്ഞി വിഭവങ്ങളേ ഉള്ളൂ. അന്നേരം ആഗ്രഹങ്ങൾ നീട്ടി വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കാര്യമല്ലേ, ആയുസ്സിൻ്റെ ബലം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അന്നേരം ആഗ്രഹങ്ങൾ എന്താണെങ്കിലും കഴിവിൻ്റെ പരമാവധി വേഗം നടത്തി പോകുക, അല്ലെങ്കിൽ നാളേക്ക് നമ്മൾ ഉണ്ടായി നിന്നും വരില്ല. അന്നേരം ഇതാണ് മോരുകറിയാണ് കേട്ടോ വെച്ചത്. മോരുകറി വെച്ചിട്ടുണ്ട്. ബീൻസ് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്തേക്ക് വെക്കുകയാണെന്ന് പറഞ്ഞാൽ ഇതാ മോരുകറി താളിച്ച് അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ബീൻസ് ഉപ്പേരിയും കൂടെ വെക്കുന്നത്. അത് ബീൻസിലുള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ട് നമ്മൾ സാധാ ഉപ്പേരി വെക്കുമ്പോൾ തന്നെ മോരുകറീൻ്റെ ഒക്കെ വീഡിയോ ഇതിൽ മുന്നൊക്കെ ഞാൻ ഇഷ്ടംപോലെ തവണ എടുത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എടുക്കാത്തത് കേട്ടോ. അന്നേരം രാത്രി ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ. തൊണ്ടയ്ക്കൊക്കെ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ചമ്മന്തിക്കുള്ള തേങ്ങയാണ് കേട്ടോ ചരക്കുന്നത്. അതായത് കുഞ്ഞാപ്പു ലേശം പുളി എടുത്തിട്ട് വായിലിട്ടിട്ട് അതിൻ്റെ പുളിങ്കൂര് തുപ്പാൻ വേണ്ടി പോകുന്ന സീനാണ് കേട്ടോ കാണുന്നത്. അത് തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങ ഇതാ ചിരകിയെടുത്ത് നമ്മളെപ്പോഴും ചമ്മന്തി അരയ്ക്കുമ്പോൾ വറ്റൽ മുളക് ചുട്ടിട്ട് ചമ്മന്തി അരയ്ക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അടുപ്പിലിട്ട് ചുട്ടിട്ട് ചമ്മന്തി അരയ്ക്കണം കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ നമ്മളിപ്പോൾ വറ്റൽ മുളക് ഇല്ലാത്ത കൊണ്ട് തന്നെ ഞാൻ ലേശം മുളക് പൊടിയും ഉപ്പും പുളിയും തേങ്ങയും ഇഞ്ചിയും കരിവേപ്പിലെല്ലാം കൂടി ഇട്ടിട്ടാണ് ചമ്മന്തി അരച്ചേക്കുന്നത്. അതായത് വറ്റൽമുളകിൻ്റെ ആ ഒരു രുചി വ്യത്യാസം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അതായത് മീൻ ഇത് അയിലയാണ്. അയില ഞങ്ങൾ 5 ആക്കുള്ള ഓരോ കഷ്ണങ്ങൾ മാത്രമേ ഇപ്പോൾ വറക്കുന്നുള്ളൂ. കാരണം ലൈവ് ഇടുന്നതിൻ്റെ സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചടപടേന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ചെയ്തത്. അതായത് മുട്ട ഇതാ വറക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഞാൻ കുഞ്ഞാപ്പൂനാണ്. കുഞ്ഞാപ്പൂ എൻ്റെ മടിയിലിരിക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ അവൾ ഉറങ്ങിയിട്ടില്ല. ഞാൻ പോയി കിടക്കാതെ അവൾ ഉറങ്ങൂല, അതാണ് അവളുടെ പ്രശ്നം. ഞാൻ എത്ര സമയമാവുന്നു അത്രയും സമയം അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. മുട്ടയൊക്കെ വറുത്ത് ഉപ്പേരിയൊക്കെ വെച്ച് ചമ്മന്തിയൊക്കെ അരച്ചു ചോറ് പാർസലാക്കാൻ പോവാണ് കേട്ടോ. കുറേ ദിവസമായിട്ടോ ഞങ്ങൾ വിചാരിക്കുന്നു ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന്. പക്ഷേ നടക്കണേ ഉണ്ടായിരുന്നില്ല, എന്തേലൊക്കെ ഉണ്ടാവും കേട്ടോ. അന്നേരം ഞാൻ എന്ത് വന്നാലും വേണ്ടില്ല, എന്തില്ലാണ്ടാണെങ്കിലും കുഴപ്പമില്ല, ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് തന്നെ അങ്ങോട്ട് വിചാരിച്ചു. അന്നേരം എന്തുണ്ടെങ്കിലും അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. റേഷനരീൻ്റെ ചോറാണ് കേട്ടോ. അന്നേരം സാമ്പാർ തലേ ദിവസത്തെ സാമ്പാറാണ് കേട്ടോ. നമുക്ക് സാമ്പാർ വെച്ച് എങ്ങനെ പോലും 2 ദിവസത്തേക്ക് ഉണ്ടാവും. അന്നേരം മോരുകറി ഉണ്ട്. എൻ്റെ കെട്ടിയവന് മോരുകറീനോട് വലിയ താല്പര്യമില്ല കേട്ടോ. മോരുകറി വെച്ചാൽ വേറെ എന്തെങ്കിലും കറി വേണം. കാരണം എനിക്കും മക്കൾക്കുമാണ് മോരുകറീനോട് പ്രിയം കൂടുതൽ. ഞങ്ങൾക്ക് മോരുകറി ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെള്ളരി ഇട്ടിട്ടാണ് മോരുകറി വെച്ചേക്കുന്നത്. ഞങ്ങൾക്ക് മോരുകറിയോ ഒരു മീൻ വറുത്തതോ മീൻ പുളിമുളക് ഇട്ടതോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓക്കെ കേട്ടോ. ഫുൾ അമ്മയും മക്കളും, അച്ഛന് മാത്രമേ പറ്റാത്തുള്ളൂ കേട്ടോ. അന്നേരം മുട്ട വറുത്തത് ഓരോ കഷ്ണം എല്ലാവർക്കും വെക്കുന്നുണ്ട്. അത് കൂടുതലായിട്ടൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ഒരു മെഴുക്ക് വരട്ടി വേണം, അച്ചാർ വേണം, ഇതൊക്കെ വേണം കേട്ടോ. അതൊന്നും ഇല്ല. കാരണം എല്ലാം കൂടെ ഒത്തിട്ട് ഇനിയും വരട്ടേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും ഉണ്ടാവില്ല. അന്നേരം നടക്കൂല. അന്നേരം വീണ്ടും ഇങ്ങനെ പോകും ദിവസങ്ങൾ. ആഗ്രഹങ്ങളിട്ട് നടക്കൂല, മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ പോകില്ല. അന്നേരം എന്ത് വന്നാലും വേണ്ടില്ല വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താണ് കേട്ടോ. എനിക്ക് പൊതിച്ചോറ് കെട്ടാനൊന്നും വലിയ വശമൊന്നുമില്ല കേട്ടോ. കുറേ കാലമായി ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇലയിലൊക്കെ വെച്ച് പൊതിഞ്ഞിട്ടിട്ടോ. അതുകൊണ്ട് വലിയ വശമൊന്നും ഇല്ല. എന്നാലും എനിക്കറിയും പോലെ ഒപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴിക്കാനല്ലേ, പുറത്താർക്കെങ്കിലും കൊടുക്കാനാണെങ്കിലല്ലേ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യേണ്ടുള്ളൂ. പിന്നെ നമുക്ക് മാത്രമാകുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരാളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എല്ലാവരും കെട്ടി വെച്ചു. പിന്നെ കുഞ്ഞാപ്പൂന് ഇലയിൽ കൊടുത്താലും എന്തിൽ കൊടുത്താലും തന്നെ അവൾക്ക് എന്തും കണക്ക് തന്നെ, അങ്ങനെ കഴിക്കുമൊന്നുമില്ല. പിന്നെ ഞാൻ അടിച്ച് ചീത്ത പറഞ്ഞൊക്കെ വാരി തീറ്റിച്ചു. പിന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇലയിൽ വെച്ചിട്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായി പോയി എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പൊതിച്ചോറ് വയ്ക്കുമ്പോൾ എല്ലാം അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കും സാധാരണ. പക്ഷേ എൻ്റെത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സായി പോയി. അതന്നെ പൊതിഞ്ഞതിൽ പറ്റിയതാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി കളിച്ചിട്ട് പറ്റിയതാണ്. ഇല കുറച്ചുകൂടെ വലിപ്പമാണായിരുന്നു, പക്ഷേ ഇല ഇല്ല നമുക്ക്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറ്റിയത്. അതിലെല്ലാം കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. അന്നേരം ഇത് പിന്നെ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. തിങ്കളാഴ്ചത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണജയന്തിൻ്റെ അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണ്. കുഞ്ഞാപ്പു ജന്മത്തിൽ വീട്ടിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരടി നിലത്ത് വെക്കില്ല കേട്ടോ. ഇന്ന് വണ്ടി കിട്ടിയിട്ടില്ല. മിക്ക ദിവസം വണ്ടി രാവിലെ എങ്ങോട്ടും പോവുകയാണെങ്കിൽ കിട്ടില്ല. ആ നേരത്തെ അങ്ങനെ വണ്ടികൾ കുറവായിരിക്കും കേട്ടോ. ഓട്ടോറിക്ഷ ഉണ്ടാവില്ല, കുറവായിരിക്കും. ഭാഗ്യത്തിന് കിട്ടിയ പറയാം. എടുത്തുകൊണ്ട് അങ്ങ് വരെ നടക്കണം. കൈ കടഞ്ഞിട്ട് ആൾ വെയിറ്റില്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കൈ കടഞ്ഞൊടി കേട്ടോ. എങ്ങനെ പോലും അവൾ നടക്കൂലുണ്ട്, വാശി പിടിച്ച്
പിടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞ് സോപ്പിട്ടിട്ടാണ് ചക്കര എടുത്തത്. എനിക്കാണ് സാരി കൊടുത്തിട്ട് സെറ്റ് മുണ്ട് എടുത്തുകൊണ്ട് അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുക. അതുകൊണ്ട് അവൾ എടുത്തിട്ട് നടക്കാനും തീരെ പറ്റുന്നില്ല. സാരിയും പിടിക്കണം, കുടയും പിടിക്കണം, മഴയും ചാറുന്നുണ്ട്, എല്ലാം കൂടിയായിട്ട് ഉടുക്കണ്ടല്ലോ ഇതായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൈ ഇങ്ങനെ സാരിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ്. സാരി ഉടുത്തു കഴിഞ്ഞാൽ കൈ എപ്പോഴും സാരീൻ്റെ മുകളിൽ ഉണ്ടാവും കേട്ടോ. പിടിച്ചുകൊണ്ട് നിലത്ത് മുട്ടവും ചവിട്ടിപ്പോവും. ഇങ്ങനെയുള്ള 110 പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എന്നാലും ഇടയ്ക്കും തലക്ക് മാത്രമേ എടുക്കാറുള്ളൂ. അന്നേരം ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിന്നാണ്. അന്നേരം ചക്കര നിൽക്കണില്ല, ചക്കരക്ക് ഭയങ്കര മടി. പിന്നെ ഞങ്ങളിതാ നടക്കുക കേട്ടോ. ഒറ്റ വണ്ടി കിട്ടിയിട്ടില്ല, ഒരു മനുഷ്യന്മാരും റോട്ടിൽ കൂടി ഇല്ല കേട്ടോ. എല്ലാവരും അമ്പലത്തിലൊക്കെ നേരത്തെയും കാലത്തൊക്കെ പോയിട്ട് ആരും വഴി കൂടെ ഇല്ല. ഞങ്ങൾ തലപ്പുഴ വരെ നടന്നു. അധികം ദൂരം ഇല്ലെങ്കിലും കുഞ്ഞാപ്പൂനെ എടുത്ത് നടക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. അതിൽ കുറച്ച് ദൂരമൊക്കെ നടന്നു കേട്ടോ. മിഠായി മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് നടത്തി. പിന്നെ അമ്പലത്തിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെയാണ് എടുത്തിട്ടുള്ളൂ. ഫുള്ളായിട്ടുള്ള വീഡിയോസ് എടുത്തിട്ടില്ല. കാരണം അത്യാവശ്യം ആളും ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ. ഒരാളൊഴിഞ്ഞ ഭാഗത്തുനിന്ന് മാത്രമാണ് കുറച്ച് വീഡിയോസ് പൊന്നൂസ് എടുത്തത്. അതായത് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാം. അതായത് ഇവിടെ 2 പ്രതിഷ്ഠയാണ് കേട്ടോ ഉള്ളത്. അവിടെ നടക്കുമ്പോൾ ചാണാൻ ഇങ്ങനെ അടിക്കുന്നതുകൊണ്ട് ഭയങ്കര വഴുക്കലുണ്ട് കേട്ടോ. അന്നേരം ഞാൻ പൊന്നൂസിനോട് അവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ അവിടെ അധികം വീഡിയോസൊന്നും എടുക്കാത്തത്. ഞങ്ങൾ തൊഴുതൊക്കെ വന്ന് പ്രസാദം മേടിക്കുന്ന അവിടെയൊന്നും വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അത് കുറച്ച് ഭാഗങ്ങളാണ് പൊന്നൂസ്. അവൾക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് വീഡിയോസ് എടുക്കാൻ. ഇവിടെ ഉള്ളിൽ തന്നെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്കുള്ള തീർത്ഥത്തിൻ്റെ കിണർ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. തീർത്ഥത്തിന് വെള്ളം എടുക്കുന്ന കിണർ അവിടെ തന്നെയാണുള്ളത്. പുറത്തൊരു കിണറുണ്ട് കേട്ടോ. അത് അവിടെ ഭക്ഷണം വെക്കുന്ന ഊട്ടുപുരേൻ്റെ അവിടെയാണ് ആ കിണറുള്ളത്. അത് അവിടെ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ഭക്ഷണം വെക്കാനാണ് ആ കിണറിന് വെള്ളം എടുക്കുക കേട്ടോ. പിന്നെ ഞങ്ങളിതാ പുറത്തിറങ്ങി പുറത്തൊക്കെ ഇറങ്ങി. പിന്നെ നേരെ പോകുന്നത് ഇവർക്ക് 2 പേർക്കും ചെരുപ്പ് മേടിക്കാനാണ് കേട്ടോ. അത് അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് തലപ്പുഴ ടൗണിൽ തന്നെയുള്ള അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ വീഡിയോസ് നമ്മളിതിൽ മുന്നൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വന്നു ചക്കരക്കും പൊന്നൂസിനും കുഞ്ഞാപ്പൂനും ഓരോ ചെരുപ്പ് എടുത്തിട്ട്. പൊന്നൂസിന് ഇതാ പച്ച ചെരുപ്പാണ് എടുത്തത്. പിന്നെ കുഞ്ഞാപ്പൂന് ഇതാത് ഇവിടെ കണ്ടോ, ഇപ്പോൾ ഈ നീലയല്ല അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കളറിൽ ആ ചെരുപ്പാണ് എടുത്തത്. പിന്നെ നമ്മൾ സ്ഥിരം ചെരുപ്പും ഫാൻസിയൊക്കെ മേടിക്കുന്ന കടയാണ്. അതായത് നമ്മൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടോ. അന്നേരം രണ്ടാൾക്കും വലിയ വിലേൻ്റെ ഒന്നും എടുത്തിട്ടില്ല. രണ്ടാൾക്കും കൂടെ അത്ര ഓവർ വിലയൊന്നും ആയിട്ടില്ല, എന്നാലും ആയിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ. അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. പുതിയ വീഡിയോ ആയിട്ട് നാളെ